വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. PSLന്റെ 6ാം സീസണിലെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയത്. ഇന്ന് സന്തോഷം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് സന്തോഷം? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആനന്ദകരമായ ഒരു ഫീലിങ്സ് ആണ് സന്തോഷം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സങ്കടം. ഒരുപാട് പണം, പ്രശസ്തി, വിദ്യാഭ്യാസം, വസ്ത്രം ഇതെല്ലാം ഉണ്ടായി നമുക്ക് സന്തോഷം ലഭിക്കുമോ? ഇതൊന്നുമല്ല നമ്മളെ സന്തോഷത്തെ നിർമ്മിക്കുന്നത്. ഓരോ മനുഷ്യർക്കും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും, പക്ഷെ അവനിലുണ്ടാകുന്ന മനസ്സിന്റെ ആനന്ദം എല്ലാവർക്കും ഈക്വൽ ആണ്. ഉദാഹരണമായി, കോടികൾ മുടക്കി ഒരു മുതലാളി ഒരു റോൾസ് റോയ് കാർ വാങ്ങുന്നു. പാവപ്പെട്ട ഒരാൾ ഒരു അൾട്ടോ കാർ വാങ്ങുന്നു. കോടികൾ മുടക്കി വാങ്ങിയ ഈ കാർ വാങ്ങിയ ആളുടെ മൈൻഡിലും ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഈ കാറിന്റെ മുതലാളിയുടെ മൈൻഡിലും തുല്യമാണ് അവരുടെ ആ സന്തോഷം. നമ്മൾ കേട്ടിട്ടുണ്ട്, രാജ്യം നഷ്ടപ്പെട്ട രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുഞ്ഞിനും തുല്യ ദുഃഖമാണെന്ന്. അതുപോലെയാണ് ഓരോ മനുഷ്യരുടെയും മനസ്സിലുണ്ടാകുന്ന ആനന്ദം ഈക്വൽ ആണ്. ചിലർ പറയും എൻ്റെ മക്കളാണ് എൻ്റെ സന്തോഷം. ചില ആൾക്കാർ പറയും എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ്, എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ സന്തോഷം. ശരിക്കും ഇവരാണോ നമ്മുടെ സന്തോഷം? അല്ല, നമ്മളാണ് നമ്മുടെ സന്തോഷം. നമ്മുടെ സന്തോഷത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ഓരോരുത്തരും. നമ്മുടെ സന്തോഷം നമ്മളാണ് കണ്ടെത്തേണ്ടത്. ജീവിതത്തിൽ സാഹചര്യങ്ങൾ കാത്തു നിൽക്കാതെ കിട്ടുന്ന സാഹചര്യങ്ങൾ കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഒരു മനുഷ്യൻ ഏറ്റവും വലിയ സമ്പന്നൻ. ഇപ്പൊ ഞാൻ ഇവിടെ ഇതിന്റെ മുന്നിൽ കുറച്ചൊക്കെ ഒരു വൈറലായ കാര്യങ്ങളാണ്. ബസ്സിന് കൂടെ വഴി ഊട്ടി പോവുക. എല്ലാരും പോയിട്ടുണ്ടാവുന്ന കരുതുന്നു. അപ്പൊ ഈ ബസ്സിന് കൂടി വഴി ഊട്ടി പോകുമ്പോ എന്താ, നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ എല്ലാ ഞായറാഴ്ചയും ഈ ബസ്സിന് കൂടി വഴി ഊട്ടിയിൽ പോരുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്റെ വെട്ടിക്കാട്ടി പള്ളിപ്പടി എന്ന സ്ഥലം കഴിഞ്ഞ ആ ഒരു ഫീലിങ്സ് എനിക്ക് കിട്ടുന്നത്. കാരണം ആ പ്രഭാത സമയത്തിന്റെ ആ ഒരു തണുപ്പും ആ സൂര്യരശ്മികൾ ആ കണ്ണിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ഫീലിങ്സ് ഞാൻ മനസ്സിൽ കേട്ടു. ഇത് തന്നെയാണ് ബസ്സിനെ കൂടി വഴി ഊട്ടിന്ന്. അപ്പോ ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ബസ്സിനെ കൂടി വഴി ഊട്ടി പോയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ കിട്ടുന്ന സാഹചര്യങ്ങളെ സന്തോഷമാരായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. പിന്നെ നമ്മളൊക്കെ പോസിറ്റീവ് എനർജിയിൽ ജീവിച്ചാലേ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് നമുക്ക് പോസിറ്റീവ് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോ ഒരാളോട് പറയാ സങ്കടം, ഒരു ദിവസം കേൾക്കുമ്പോൾ അവർക്കൊരു സഹതാപം തോന്നും. രണ്ടാമത്തെ ദിവസം കേൾക്കുമ്പോൾ കുറച്ചും കൂടി സഹതാപം തോന്നും. മൂന്നാമത്തെ ദിവസം അവർക്ക് കേൾക്കുമ്പോൾ